Good afternoon. Good morning, miss. Good afternoon, miss. Good afternoon. Good afternoon. Good afternoon. Good afternoon, miss. Okay. Okay, let's start. How are you all? I am fine. What about you? I am good. I am fine. ഓക്കെ മിസ് കഴിഞ്ഞ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെൻഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. എത്ര പേര് കണ്ടു? ഞാൻ എഴുതി മിസ്സേ. എഴുതിയോ? ആൻഷി എഴുതി അല്ലേ? നല്ല മോൾ. ഇന്നലെ രാത്രി ലേറ്റായി ഇടാൻ. അപ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടാവും, കണ്ടവർ എഴുതുക, പെട്ടെന്ന് എഴുതി തീർക്കുവേ. അനിഹ എഴുതി അല്ലേ? നല്ല മക്കള്, എഴുതിയ മക്കള് നല്ല മക്കള്. ബാക്കിയുള്ളവരും എഴുതുക. ആരാ? എറിക്കു എഴുതിയോ? അതെയോ? ഗുഡ്. ഓക്കെ ഓക്കെ. നിഹ ആരാ? അനിഹ, മുഹമ്മദ് അഫ്ലഹ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ഓൾ ഓഫ് യു ടേൺ ഓൺ യുവർ വീഡിയോ. As we complete our 5th chapters, അല്ലേ? Now we study a new lesson, early civilization, new and last chapter. This is the last chapter. Okay, early civilization. പുതിയ ചാപ്റ്റർ ആണ് നമുക്ക് ഇപ്പൊ ഇന്ന് എടുക്കേണ്ടത്. Civilization. What do you mean by civilization? Yes, all of you type your present attendance mark ചെയ്തേ. All of you mark your attendance. വീഡിയോ ഓഫ് ചെയ്തുകൊണ്ടിരിക്കണ്ട. ഇനി ആരെ കയ്യും ഫോണിൽ മുട്ടണ്ട. ഓ പേജ് നമ്പർ 242. ഇനി ഞാൻ പറയുമ്പം അൺമ്യൂട്ട് ചെയ്യാനാണോ മ്യൂട്ട് ചെയ്യാനോ അന്നേരം മാത്രം എല്ലാവരും വീഡിയോ ഫോൺ തൊടണ്ടോ. എല്ലാവരും ഓൺ ചെയ്തിട്ടിരുന്നേ. അനിഹയുടെ വീഡിയോ എന്താ? അനിഹ ഓക്കെ. ഹിബ, ഷിഫാന ഏജി വീഡിയോ ഓണല്ല. എല്ലാവരും പ്രസൻറ്റ് മാർക്ക് ചെയ്യണം. ഡൊമിനിക്, ഹിബ. മിസ് ഒന്ന് അറ്റൻഡൻസ് വിളിച്ചോട്ടെ. നിങ്ങളുടെ അറ്റൻഡൻസ് വിളിച്ചാൽ പെട്ടെന്ന് മിസ്സിന് ചെയ്യാലോ. അദ്വൈതുണ്ടോ? അദ്വൈതുണ്ടെങ്കിൽ ഒന്ന് പ്രസന്റ് പറഞ്ഞേ. അജിത് ജോസഫ്, അജിത് ജോസഫ് ഉണ്ടോ? ഇല്ല. അലൻ തോമസ് ഉണ്ടോ? അലൻ. അമന്ന. പ്രസന്റ് മിസ്. ഓക്കെ, അമന്ന. അനഘ സുരേഷ്. ഓക്കെ. അനീറ്റ. പ്രസന്റ് മിസ്. അനിഹ, ആൻഷി, ആൻസൺ കെ അജിത്. പ്രസന്റ് മിസ്. ഓക്കെ. ബിന്യ, ബിന്യ 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 ഇല്ല. ക്രിസ്റ്റി ലിബിൻ ഇല്ല അല്ലേ? ഡൊമിനിക്. ഓക്കെ. എറിക്. പ്രസന്റ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഫാത്തിമ മെഹറിൻ. ഫാത്തിമ മെഹറിൻ ഉണ്ടോ? ഫാത്തിമ മെഹറിൻ ഉണ്ടല്ലേ? ഓക്കെ. ഹന്ന വർഗീസ്. ഓക്കെ. ഹന്ന സുഖായോ? ഓക്കെ, നൈസ്. മിസ് ഒരു ഫോട്ടോ എടുത്തോട്ടെ. എല്ലാവരും സ്മൈൽ പ്ലീസ്. ഓക്കെ. ഫാത്തിമ മെഹറിൻ, ഹന്ന വർഗീസ്, ഹിബ, ഇഫ്ര. ഇഫ്ര ഫാത്തിമ. ബിന്യ വന്നു അല്ലേ? ബിന്യ ബിനോയ് വന്നു. ഓക്കെ. ഇഫ്ര ഉണ്ടല്ലേ? ജ്വൽ മറിയ. പ്രസന്റ്. കൗശിക്. കുര്യൻ. പ്രസന്റ് മിസ്. ഓക്കെ. മാളവിക.
Muhammad Aflah. Present, miss. Okay. Nafi. Muhammad Nafi. Present, miss. Present. Razi. Muhammad Razi. Present, miss. Present ആണോ? Okay. Shahzad. Present. Present. Absent ആണോ? No, present. Shahzad. അതറിയില്ല. എവിടെ? ഷഹസാദ് ഉണ്ട് മക്കളെ? നോ. നോ നോ. മുഹമ്മദ് ടി? ഇല്ല. മുഹമ്മദ് സിനാൻ ഉണ്ടോ? മുഹമ്മദ് സിനാൻ പ്രസന്റ്. ഋഷികേഷ് ഉണ്ട്. ഷിഫാന എ ജി ഉണ്ട്. വീഡിയോ ഓൺ ചെയ് ഷിഫാന ആൻഡ് അഫ്ല. ടെസ്സ മറിയ. ഓക്കെ ഓക്കെ ഓക്കെ. അദ്വൈതു, അജിത് ജോസഫ്, അലൻ തോമസ് 3 പേര് ആബ്സെന്റ്. പിന്നെ കൗശിക് 4, മുഹമ്മദ് ടി 5, മാളവിക 6, ഷഹസാദ് 7 അല്ലേ? യെസ്. Okay, let's start our class. Early civilization. Okay, what do you mean by civilization? Yes. മിസ്സേ, മുഹമ്മദ് ടി ഉണ്ടോ? എവിടെ? ഫാത്തിമ മെഹറിന്റെ കൂടെ ഉണ്ടോ? ഓ ആയിക്കോട്ടെ മോനെ, ആയിക്കോട്ടെ. ഫാത്തിമ മെഹറി, മുഹമ്മദ് ടി എന്നാ പറയണ്ടേ മിസ്സിനോട്? ഓക്കെ, മുഹമ്മദ് ടി ഉണ്ട്. അങ്ങനെ പറയണേ, മിസ് വിളിക്കുമ്പോ പറയണോ ഇതുപോലെ. ഓക്കെ. ഏർലി സിവിലൈസേഷൻ. എന്താ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാല്? ആർക്ക് പറയാം? പരിഷ്കാരം, നാഗരികത അല്ലേ? പറഞ്ഞോളൂ മോളെ. എന്താ? ഷിഫാന ഏജിയോ? ഷിഫാന ഏജ് കിട്ടിയിട്ടുണ്ടോ? നീ എന്താ വീഡിയോ ഓൺ ആക്കാത്ത മോളെ? വീഡിയോ ഓൺ ആക്കിയില്ല. പിന്നെ 2-3 ആൾക്കാർ യൂണിഫോം ഇല്ല. ഡൊമിനിക്, ടെസ്സക്ക് പിന്നെ യൂണിഫോം ഇല്ല. ഓക്കെ. ഫാത്തിമ മെഹ്റീനും മുഹമ്മദ് ടി, വേർ ഇസ് യുവർ യൂണിഫോം? ബിന്യ, യൂണിഫോം എവിടെ? ഞാൻ സ്കൂളിൽ വരുന്നില്ല. ബിന്യാക്ക് യൂണിഫോം വാങ്ങിയില്ലേ? ഓക്കെ. പിന്നെ ആരാ ഇപ്പൊ കണ്ടേ? അവള് വരുന്നില്ല, അതുകൊണ്ടാ. ഓക്കെ. മുഹമ്മദ്, ഫാത്തിമ മെഹറിൻ, നിങ്ങൾ രണ്ടുപേരും എവിടെ മോളെ യൂണിഫോം? അലക്കാനിട്ടോ? ഇന്നത്തെ ക്ലാസ്സും കൂടെ കഴിഞ്ഞ് ഈവനിങ്ങിൽ അലക്കിയാൽ മതിയായിരുന്നില്ലേ മോളൂസേ? ഇപ്പൊ മഴയൊന്നും ഇല്ലല്ലോ. ഈവനിങ്ങിൽ അലക്കിയാലും രാവിലേക്ക് ഉണങ്ങുന്നുണ്ടല്ലോ. ഓക്കെ. ഏർലി സിവിലൈസേഷൻ. എല്ലാവരും ക്ലാസ്സിൽ യൂണിഫോം ഇട്ട് തന്നെ ഇരിക്കണം. നാഗരികത, അതായത് സംസ്കാരം അല്ലേ? നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചേ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. പിന്നെ നമ്മുടെ എന്താ പഠിച്ചേ? ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചു അല്ലേ? ട്രാവൽ പഠിച്ചു. പിന്നെ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. ഇപ്പൊ സിവിലൈസേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മുടെ നാഗരികത, നമ്മുടെ സംസ്കാരത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. എവരിബഡി ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 242. വേറെ എവിടെയും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. All of you look at your textbook. Early humans were hunter-gatherers. Over a period of time, they started to grow crops and lead a settled life. Let us read about the 3 earliest civilizations in the world. They came up in different parts of the world around 5,000 years ago. Muhammad Nafi, look at your textbook. Early humans were hunter-gatherers.
ഏർലി ഹ്യൂമൺ അല്ലേ, ആദ്യകാല മനുഷ്യർ ഹണ്ടർ ഗാദേഴ്സ് ആയിരുന്നു. അവർ എന്താ വേട്ടയാടി അല്ലേ, അവരവരുടെ ആവശ്യത്തിന് വേട്ടയാടി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മളെന്താ ആരെങ്കിലും വേട്ടയാടി കൊണ്ടു തന്നാൽ നമ്മൾ കഴിക്കും അല്ലേ, കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും അല്ലേ, മത്സ്യബന്ധനത്തിന് പോയ ജീവനക്കാരോട് മത്സ്യം വാങ്ങിക്കും, അവർ കൊണ്ടുവരുന്നത് അവരോട് വേറെ സൈക്കിൾ റിക്ഷക്കാർ വാങ്ങിക്കും, അവരോട് കടക്കാർ വാങ്ങിച്ച് കടക്കാരിൽ നിന്ന് സൈക്കിൾ റിക്ഷക്കാർ വാങ്ങിച്ച് അവരിൽ നിന്നാണ് നമ്മളൊക്കെ വാങ്ങിക്കുന്നത്. നമ്മൾ മെനക്കെട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. പക്ഷേ ഏർലി ഹ്യൂമൻസ് എങ്ങനെയാ, ഹണ്ടർ ഗാദേഴ്സ് ആണ്. അവരവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ അല്ലേ, പക്ഷി മൃഗാദികളെ ആയാലും എന്തായാലും അവർ തന്നെ വേട്ടയാടി അവരുടെ ജീവിതത്തിന് വേണ്ടുന്നത് വേട്ടയാടി അവർ തന്നെ കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. മുഹമ്മദ് സിനാൻ, വെർ ആർ യു ഗോയിങ്? അവരുടെ ഡൊമസ്റ്റിക് പർപ്പസിനായി അവർ വേട്ടയാടി ഫുഡ് കണ്ടെത്തും. ആൻസൺ ആരവിടെ? നിങ്ങളുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ. ഏർലി ഹ്യൂമൻസ് വർ ഹണ്ടർ ഗാദേഴ്സ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ദേ സ്റ്റാർട്ടഡ് ടു ഗ്രോ ക്രോപ്സ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആദ്യമൊക്കെ അവർ വേട്ടയാടി ഭക്ഷണം കഴിക്കും അല്ലേ, പിന്നെ അവരെന്ത് ചെയ്തു? ദേ സ്റ്റാർട്ടഡ് ടു ഗ്രോ ക്രോപ്സ്, ധാന്യങ്ങൾ നടാൻ തുടങ്ങി. ആൻഡ് ലീഡ് എ സെറ്റിൽഡ് ലൈഫ്. അങ്ങനെ അവർ ഒരു സെറ്റിൽഡ് ലൈഫായി. മറ്റു പറയുമ്പോൾ എങ്ങനെയാ, ഇപ്പോൾ ഇവിടെ ഇന്ന് വേട്ടയാടി ഇന്ന് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങി, പിന്നെ നാളെ അടുത്ത സ്ഥലത്തേക്ക് പോകും, അവിടുന്ന് വേട്ടയാടി കഴിച്ച് അവിടെ കിടന്നുറങ്ങും അല്ലേ, രാത്രിയാകുമ്പോൾ അവിടെ തങ്ങും, പിന്നെ അവിടെ നിന്ന് നടക്കും. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അവർക്ക്. പിന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷി ചെയ്യുമ്പോഴെന്താ, കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നോക്കി പരിപാലിക്കണം അല്ലേ, അതിന് വേണ്ടുന്ന വെള്ളവും വളമൊക്കെ കൊടുക്കണം. അപ്പോൾ അവിടെ തന്നെ സെറ്റിലാവണം, എങ്കിൽ മാത്രമേ പരിപാലിക്കാൻ പറ്റൂ. ഓവർ എ പീരീഡ് ഓഫ് ടൈം ദേ സ്റ്റാർട്ടഡ് ടു ഗ്രോ ക്രോപ്സ്. പിന്നെ അവർ ക്രോപ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ലീഡ് എ സെറ്റിൽഡ് ലൈഫ്. അങ്ങനെ അവർ ഒരു സെറ്റിൽഡ് ലൈഫ് തന്നെ ലീഡ് ചെയ്യാൻ തുടങ്ങി അല്ലേ. മാളവിക സുരേഷ് വന്നു അല്ലേ, അജിത് ജോസഫ് ഉണ്ട്. ഓക്കെ, അജിത് ജോസഫ്, മാളവിക സുരേഷ്. ഓക്കെ, എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. ഓക്കെ, കൗശിക് എത്തിയിട്ടുണ്ടോ? ഇല്ല. നെക്സ്റ്റ്, let us read about the 3 earliest civilization in the world. ഈ വേൾഡിലെ 3 ഏർലിയസ്റ്റ് സിവിലൈസേഷനെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അല്ലേ. 3 സംസ്കാരങ്ങളെ കുറിച്ചാണ്, നാഗരികതയെ കുറിച്ച് പഠിക്കാൻ ഉള്ളതാണ്. 3 സംസ്കാര ഏർലിയസ്റ്റ് സിവിലൈസേഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. They came up in different parts of the world around 5000 years ago. അവരെപ്പോഴാണ് എത്തിയേ? 5000 വർഷങ്ങൾക്ക് മുമ്പ് അവർ എത്തിയിട്ടുണ്ട്, അവർ എത്തപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഹിബ തലതിരിഞ്ഞിട്ടാണല്ലോ ഉള്ള മോളെ. ഓക്കെ, വൺസ് മോർ റീഡ്. എല്ലാവരും ബുക്കിലേക്ക് നോക്കിയേ. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ടച്ച് യുവർ ഫിംഗർ. Early civilization, chapter 6. Early humans were hunter-gatherers. Over a period of time, they started to grow crops and lead a settled life. Let us read about the 3 earliest civilizations in the world. They came up in different parts of the world around 5000 years ago. Okay? ആ പോർഷൻ മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഫസ്റ്റ് സിവിലൈസേഷൻ ഏതാ? മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. 3 സിവിലൈസേഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് സിവിലൈസേഷൻ മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ്. ദ വേർഡ് മെസോപ്പൊട്ടോമിയ സേ മെസോപ്പൊട്ടോമിയ. അത് നിങ്ങൾക്ക് വായിക്കാൻ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഓക്കെ, മെസോപ്പൊട്ടോമിയ. ഓക്കെ, means the land between rivers. The Mesopotamian civilization came up between 2 rivers, Tigris and Euphrates. It lies in modern day Iraq. The word Mesopotamia say Mesopotamia. അങ്ങനെ തന്നെ ഓരോ വാക്കുകൾ ഉച്ചരിച്ച് തന്നെ പറയാം, മെസോപ്പൊട്ടോമിയ. ഓക്കെ,
means the land between rivers. റിവേഴ്സിൻ്റെ ഇടയിലുള്ള ലാൻഡ്. ഓക്കെ, അതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ദ മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ came up between two rivers. ഏതൊക്കെ റിവേഴ്സിൻ്റെ ഇടയിലാണ്? ദ മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ came up two rivers, ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ്. ഏതൊക്കെ നദിയുടെ ഇടയിലാണ്? ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ്. Yes, it lies in modern day Iraq. മുഹമ്മദ് അഫ്ലക്ക് വീഡിയോ ഓഫ് ആണല്ലേ? ബിന്യ ഓക്കെ. യെസ്. നെക്സ്റ്റ് ദി പീപ്പിൾ. ഓയിലിങ് വേണ്ട, നമുക്ക് എത്ര ഫാസ്റ്റിൽ പോകണം, നമുക്ക് സമയമുണ്ടല്ലോ ഒരുപാട് അല്ലേ. ഇതൊന്ന് വായിക്കാലോ നമുക്ക്. ഇത്ര പേര് മനസ്സിലായോ? ഈ 2 പാരഗ്രാഫ് മനസ്സിലായോ? ഹിബ മനസ്സിലായോ? മുളുസേ, ഡൊമിനിക്, അഹഫ്ല, മുഹമ്മദ് സിനാൻ. ഏർലി സിവിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് നമുക്ക് 3 സിവിലൈസേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ആ മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, മെസൊപ്പൊട്ടോമിയൻ മീൻസ് മെസൊപ്പൊട്ടോമിയ എന്ന വേർഡ് പറയുന്നത് മെസോപ്പൊട്ടോമിയ. ഓക്കെ, ഇറ്റ് മീൻസ് ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. Land between rivers. The Mesopotamian civilization came up between 2 rivers, Tigris and Euphrates. It lies in modern day Iraq. Okay, ഇനി നമുക്കിത് വായിക്കാവുന്ന. ഓക്കെ, അനിഹ മോളൊന്ന് വായിച്ചേ. Early civilizations. Early humans were hunter-gatherers over a period of time. They started to grow crops and learned a settled life. And lead a settled life. Okay. About the 3 earliest civilizations in the world. They come in different parts of the world around 5,000 years ago. Yes. The Mesopotamian civilization. The word Mesopotamia, say Mesopotamia, means the land between rivers. The Mesopotamian civilization come up between 2 rivers, Tigris and Euphrates. Children play with doll. Okay, next ഹിബ വായിച്ച മോളെ. എല്ലാരെ കൊണ്ട് വായിപ്പിക്കും, ഡോണ്ട് വറി. Early human were hunter-gatherers. Over a period of time. They started to grow crops and lead life. Settled life. Let us read about the 3 earliest civilization. In the world. They came up in different parts of the world around 5,000 years ago. Okay. Shifana AG.
The most civilizations. The word most. The word say Mesopotamia. Potamia. Okay. Means The land between the most Mesopotamian civilization came up between the two rivers, Tigris and Tigris and Euphrates. Euphrates. It lies In modern modern day Iraq. Children Okay. played with dolls, Cards and other toys. കുട്ടികൾ പാവകൾ കൊണ്ട് കാർഡ്സ് അല്ലേ ആൻഡ് അതർ ടോയ്സ് ഇതിനെ കൊണ്ട് അതർ കളിക്കുന്നത് വസ്തുക്കൾ കൊണ്ട് കളിക്കുന്നു. ഓക്കെ ഓക്കെ സ്റ്റോപ്പ്. നെക്സ്റ്റ് ഞാൻ പറയാം. അജിത് ജോസഫ് വായിച്ചേ. ഷെഹസാദ് വന്നു അല്ലേ. UR was one of the biggest cities. Yes. Each city was ruled by a king. First line മുതൽ. Early humans were under Miss page number 242. Of time they start to grow crops and lead a slated life. Let us read about the 3 early citizens in the world that came up in different parts of the world around 5,000 years ago. The word Mesopotamia means the land between rivers. The Mesopotamian civilization came up between two rivers, Tigris and Euphrates. It lies in modern day Iraq. Yeah. Okay. Children play with dolls, craft and other toys. Okay, stop there. ഞാൻ പറയാം. സിനാൻ അഫ്ലഹ് എന്താ വീഡിയോ ഓൺ ചെയ്യാത്ത മോനെ? Early humans were മുഹമ്മദ് ടി ആണ് വായിക്കേണ്ടത്. Early humans were hunter-gatherers over a period of time. They started to grow crops and lead a settled life. Let us read.
Above the three earliest civilization. Civilization in the world. They came up in different parts of a world around 5,000 years ago. Okay, stop. Muhammad T. The Mesopotamian civilization. Mesopotamian civilization. Okay. Word. നീ വായിച്ചോ മോനെ? ഞാൻ ഹെൽപ്പ് ചെയ്യാം, മിസ് ഹെൽപ്പ് ചെയ്യാം. വായിച്ചോ. The word Mesopotamia. Mesopotamia means between rivers. The Mesopotamian civilization came up between two rivers എന്താ? എനിക്ക് ക്ലിയർ ആകുന്നില്ല മോളെ. ഭയങ്കര തലവേദന, അതുകൊണ്ട് കുറച്ച് സമയം. ഓക്കെ ഓക്കെ. മുഹമ്മദ് എവിടെ എത്തി മോനെ? മുഹമ്മദേ, ലിസൺ ടു മീ. മുഹമ്മദ് ഈ പാഠം 3 പ്രാവശ്യം വായിക്കുന്ന ഓഡിയോ മിസ്സിന് ഇട്ട് തരണം. 3 പ്രാവശ്യം നീ വായിക്കുന്ന ഇട്ടുതരുമോ? മുഹമ്മദ്, സേ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ഞാൻ പറയാ. നാഫി എന്താ മോനെ കിടക്കുന്നേ? ഓക്കെ, നാഫി വായിച്ചേ. Early humans were hunter-gatherers. Over a period of time, they started to grow crops and lived a settled life. Let us read about the 3 earliest civilizations in the world. They came up in different parts of the world around 5,000 years ago. The Mesopotamian civilization. The word Mesopotamia, say Mesopotamia, means the അറ്റൻഡൻസ് മാർക്ക് ചെയ്യാത്തവരുണ്ടോ? The Mesopotamian civilization came up between 2 rivers.
Tigris and Euphrates. It lies in modern-day Iraq. Children played with dolls, carts and other toys. ഓക്കെ, നെക്സ്റ്റ് വായിക്കേണ്ടത് ഹിബ വായിച്ച മോളെ. ഹിബ വായിച്ചു അല്ലേ? ഓക്കെ, അമന്ന വായിച്ചേ. അമന്ന അനിയത്തിക്കുട്ടി ഹായ്. Early humans were hunter-gatherers. Over a period of time, they started to grow crops and lead a settled life. Let us read about the three earliest civilizations in the world. They came up in different parts of the world around 5,000 years ago. The Mesopotamian civilization. The word Mesopotamia said Mesopotamia means the land between rivers. The Mesopotamia civilization came up between two rivers, Tigris and Euphrates. It lies in modern-day Iraq. Children played with dolls, cards, and other toys. ഓക്കെ മിസ്, മക്കളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തോ? Yes. മുഹമ്മദ് ഫാത്തിമ മെഹറിനും ഒന്നിച്ചാണോ ചെയ്തേ? Yes. 23 ആളെ ഇവിടെ പാർട്ടിസിപ്പൻസിൽ കാണുന്നല്ലോ. നിങ്ങളിപ്പോ ഇവിടെ ആബ്സെന്റ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എല്ലാരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തോന്നാ ചോദിക്കുന്നേ? ഇനി ആരാ വായിക്കാത്തെ? പിന്നെ വായിച്ചേ. ബിന്യ ബിനോയ് എല്ലാരും വായിപ്പിക്കും. ബിന്യ വായിച്ചേ. Look at your textbook. Over a period of time, they started to grow crops. The land established life less as a read about the three earliest civilization in the world. They came up in different parts of the world around 5,000 years ago. Okay, let's Malavika start. Next paragraph, Malavika. Time ഇപ്പോ തീരും പെട്ടെന്ന്. The word Mesopotamia means the land between rivers. In Mesopotamia's civilizations came up between two rivers, Tigris and Euphrates. It is in modern-day Iraq. Yes. Children played with dolls, cars, and other toys. ഓക്കെ മക്കളെ, ഇപ്പൊ ടൈം തീരും. 1 മിനിറ്റും കൂടി ഉണ്ട് അല്ലേ? മാക്സിമം വായിച്ചോ. ആൻഷി വായിച്ചോ, സമയം കളയണ്ട. Early humans were hunter-gatherers. Over a period of time, they started to grow crops and lead a settled life. Let us read about the three earliest civilizations in the They came up in different parts of the world around 5,000 years ago. The Mesopotamian civilization. The word Mesopotamia, say Mesopotamia, means the land between rivers. The Mesopotamian civilization came up between two rivers, Tigris and Euphrates. It lies
In modern day Iraq, children played with the dolls, cards, and the other toys. Miss Ifra, Okay, dear